ചിലരുടെയൊക്കെ വീട്ടിലെ എ സിയുടെ ഇൻഡോർ യൂണിറ്റിൽ നിന്നും വെള്ളം അകത്തേക്ക് വരുന്ന ഒരു പ്രോബ്ലം കണ്ടുവരാറുണ്ട്. ഈ പ്രോബ്ലം നമുക്ക് തന്നെ എങ്ങനെ സിമ്പിളായി സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഈ പ്രോബ്ലം ഉണ്ടാവാനുള്ള കാരണം എ സിയുടെ ഇൻഡോർ യൂണിറ്റിൽ നിന്നും റൂമിന് പുറത്തേക്ക് വെള്ളം പോകുന്നതിന് വേണ്ടി കണക്ട് ചെയ്തിട്ടുള്ള ഈ പൈപ്പിൽ കരടടിഞ്ഞ് ബ്ലോക്ക് ആവുമ്പോഴാണ് ഇൻഡോർ യൂണിറ്റിൽ നിന്നും വെള്ളം റൂമിനകത്തേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ക്ലിയർ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് എ സിയുടെ ഫിൽറ്റർ ഒന്ന് അഴിച്ചെടുക്കാം. ഈ ഫിൽറ്റർ നമ്മൾ എല്ലാ ആഴ്ചയിലും ക്ലീൻ ചെയ്യേണ്ട ഒരു ഫിൽറ്ററാണ്. എ സി ഉപയോഗമുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ആഴ്ചയിലും ഈ ഫിൽറ്റർ ക്ലീൻ ചെയ്തിരിക്കണം. ജസ്റ്റ് ഇതിലൊന്ന് വെള്ളമടിച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതിയാവും. ഇനി എ സിയുടെ കവറൊന്ന് അഴിച്ചെടുക്കണം. അതിനെ നമുക്ക് പവർ ഓഫ് ചെയ്ത് പ്ലഗ് ഊരിയിടാം. ആദ്യം നമുക്ക് എ സിയുടെ താഴെ ഭാഗത്തെ ഈ ഒരു കവർ അഴിച്ചെടുക്കണം. അതിന് നമുക്ക് കുറച്ച് ലോക്കുകളാണുള്ളത്. അത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അഴിച്ചെടുക്കണം. ഇനി മുകളിലെ കവർ അഴിക്കുന്നതിന് വേണ്ടി 2 സ്ക്രൂകളുണ്ട്. ഈ 2 സ്ക്രൂവും ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വെച്ച് അഴിച്ചെടുക്കണം. ഇനി എ സിയുടെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ലോക്കുകളുണ്ട്. അത് ജസ്റ്റ് മുകളിലോട്ടൊന്ന് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ലോക്കുകൾ റിമൂവ് ആവും. ഇനി 2 സൈഡിലും ഇതുപോലെ പിടിച്ച് ഫ്രണ്ടിലോട്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ താഴെയുള്ള കുറച്ച് ലോക്കുകളുണ്ട്, അതുകൂടി റിമൂവ് ആയി നമുക്ക് ഈ കവറും കൂടെ അഴിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ എ സിയുടെ ഇവാപ്പറേറ്റ് കോയിലിൻ്റെ ഫിൻസുകളെല്ലാം നന്നായി അടഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. ഇത് തന്നെയാണ് നമ്മുടെ എ സിക്ക് കൂളിംഗ് കിട്ടാതിരിക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം. എ സി സർവീസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അതുകൂടി ഒന്ന് കണ്ടു നോക്കണേ. ഈ കോയിലിന് താഴെയായി വെള്ളം വീഴുന്നതിന് വേണ്ടി ഒരു ട്രേ ഉണ്ട്. ഈ ട്രേയുടെ റൈറ്റ് സൈഡോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡോ ആയിട്ട് വെള്ളം പുറത്തേക്ക് പോകുന്നതിനുള്ള ഒരു ഡ്രെയിൻ പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ എ സിയിൽ റൈറ്റ് സൈഡിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ചില എ സികളിൽ ലെഫ്റ്റ് സൈഡിലും വരാം. അപ്പോൾ നമുക്ക് ഈ പൈപ്പിന്റെ ബ്ലോക്കാണ് ക്ലിയർ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് വാട്ടർ ലെവലൊക്കെ നോക്കാനായി എടുക്കുന്ന ഇതുപോലൊരു ചെറിയ പൈപ്പിന്റെ കഷ്ണം ആവശ്യമുണ്ട്. ഈ പൈപ്പിന്റെ ഒരറ്റം ഈ ഹോളിനുള്ളിലൂടെ മാക്സിമം ഉള്ളിലോട്ട് തള്ളിയതിനു ശേഷം മറ്റേ അറ്റത്തെ നന്നായി ഒന്ന് ഊതി കൊടുത്താൽ ഈ പൈപ്പിലെ ബ്ലോക്കെല്ലാം ക്ലിയർ ആവുന്നതാണ്. ശേഷം 1 കപ്പ് വെള്ളം കുറേശ്ശെ ഈ ട്രേയിലോട്ട് ഒഴിച്ചാൽ ഈ ട്രേയിലുള്ള കരടെല്ലാം പുറത്തോട്ട് പോയിക്കോളും. ഇനി അഴിച്ചെടുത്ത കവറുകളെല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്യാം. എ സിയുടെ ബോഡി കറക്റ്റായി വെച്ചതിന് ശേഷം ഇതിൻ്റെ ലോക്കുകൾ ഓരോന്നോരോന്നായി പ്രസ് ചെയ്ത് കൊടുത്ത് ലോക്ക് ചെയ്യണം. അതുപോലെ മുകളിലെ ലോക്കുകളും കറക്റ്റായി ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഫിൽറ്റർ വെച്ച് കൊടുക്കാം. ഇനി അഴിച്ചെടുത്തിട്ടുള്ള 2 സ്ക്രൂവും ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി താഴെ വരുന്ന ബോഡി പാർട്സ് കൂടി വെച്ച് ലോക്ക് ചെയ്യണം. അപ്പോൾ ഇനി നമ്മുടെ എ സിയുടെ ഇൻഡോർ യൂണിറ്റിന് വാട്ടർ ലീക്ക് വരികയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.